10 മിനിറ്റ് ഉറങ്ങാൻ ഇനിയിപ്പോൾ ഉറങ്ങാനും പറ്റണില്ലല്ലോ. ഞാൻ ചേട്ടനെ തപ്പി വന്നതാ. അപ്പത്തേക്ക് ചേട്ടൻ നല്ല ഉറക്കം. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു പോവാ. നീ ഇങ്ങോട്ട് വന്നേടാ മക്കളെ. ഞാൻ ഒരു തവണയോടെ ചോദിക്കുക, നീ എന്റെ ഫോൺ കണ്ടാ? ഇല്ലാന്ന് പറഞ്ഞില്ലേട്ടാ. എവിടെ ഇത്? എടീ, ഫോൺ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞോണ്ടിയിട്ടേ ഇപ്പൊ കൈ ഒരുമാതിരി വിറയില്ല, ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ. ചേട്ടാ, ഫോണില്ലാതെയും കുറച്ച് ജീവിക്കേട്ടാ. പണ്ടത്തെ ആൾക്കാർക്ക് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. എടീ, അത് പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ശീലിച്ച്, ഞാൻ ഇങ്ങനെ ശീലിച്ച്. ജസ്റ്റ് ഫോൺ എടുത്ത് 2 ഞോണ്ട്, അത് മതി. അത് ചെയ്യാത്തോണ്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഫോൺ കിട്ടിയില്ലടാ? എവിടെ കിട്ടായി? എന്നാൽ ഈ ഫോൺ എവിടെ പോയേ? ആർക്കറിയാ? ചേട്ടാ, ചേട്ടൻ ഫോൺ ഇല്ലാതിരിക്കുമ്പോ നല്ല നല്ല കവിതകൾ കിട്ടും. അത് തന്നെടാ, നല്ല ക്രിയേറ്റിവിറ്റി ഉണരും നിനക്ക്. ഒന്ന് പോവാൻ എവിടുന്ന്? ഇതിപ്പോ എന്റെ ഫോണിൽ ആരൊക്കെ വിളിച്ചാണോന്ന് അറിയൂ? ചേട്ടന്റെ ഫോണിൽ മെർലിൻ ചേച്ചി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് നിനക്ക് തന്നെ അറിയാം? അല്ല, ചേട്ടന് പിന്നെ ആരാ വിളിക്കാൻ? ഇതിനെ വിളിച്ചോണ്ട് പോയ അമ്മായി, എന്റെ സ്വഭാവം മാറിയിരിക്കാണ്. പോ പോ പോ. നീ എവിടെ പോയോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇല്ല ഈ കളിക്ക്. വൈബ്രേഷനാ? ഇല്ല. പോയാ ഇവിടെ നിന്നാണല്ലോ കേൾക്കാം. ഇവിടെ വന്ന് എടി ചിക്കുവാവേ, ചിക്കുവാവേ, കുട്ടിത്താവാങ്ക ഇറങ്ങി വാ. പറയാം അമ്മൂമ്മ ഒന്നിങ്ങോട്ട് മാറി പാറു. മക്കളെ, ചേട്ടന്റെ ഫോൺ കണ്ടായിരുന്നോടാ? ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലാന്ന്. കണ്ടില്ലേ? കണ്ടിട്ടേ ഇല്ലല്ലോ. ഉറപ്പാണ്? കനാൻഡി കേട്ടാ? അമ്മൂമ്മ അവളെന്താ ഇപ്പൊ പറഞ്ഞു? ഫോൺ കണ്ടിട്ടേ ഇല്ലെന്ന്. ഫോൺ കണ്ടിട്ടില്ല അമ്മായി? കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലെന്നും എല്ലാരും ഇതൊക്കെ കേട്ടല്ലോ അല്ലേ? ഫോണ് കിട്ടിയാ? ഫോൺ പോയപ്പോ നീ പറഞ്ഞു, കിട്ടിയപ്പോ പറഞ്ഞില്ല. ഇപ്പൊ കാണിച്ചല്ലോ. കേസു എങ്ങനെ കിടച്ചത്? ഫോണ്
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.